ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതേ നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിലുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ കട്ടിങ് വീഡിയോ ഇട്ടേക്കാം. ഫേസ്ബുക്കിലുള്ളവർക്ക് ഈ പേജിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കട്ടിങ്ങിൽ നമ്മളത് ഇതുപോലെ 3 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ വേറൊരു കാര്യം, നമുക്കിതിൽ പൈപ്പിംഗ് കൊടുക്കണം. 2 സൈഡും നടുക്ക് ഇത് ഈ ഒരു തുണിയാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നോക്കാം കേട്ടോ. അതെ, 2 തുണി എടുത്തിട്ടുണ്ട്. യെല്ലോ നമുക്ക് സൈഡിൽ മാത്രം 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ഓൾറെഡി നമ്മൾ തയ്യൽ തുമ്പ് കഴുത്തിന് എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് മേൽവശത്ത് വേണ്ട, 2 സൈഡിൽ മാത്രം 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 2 തുണി, ഈ നീല തുണി അങ്ങോട്ട് മാറ്റിക്കോളൂ കേട്ടോ. അപ്പം നടക്കുന്നത് മനസ്സിലായല്ലോ. ഇനി ഇതിൽ സൈഡിലുള്ളതിലും നമുക്ക് കൂടുതൽ എടുത്തിട്ടുണ്ട്. കണ്ടോളൂ, കണ്ടോ, ഇതാണ് ഒറിജിനൽ. മേലെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഒരു 4 ഇഞ്ച് കൂടുതൽ നമുക്ക് വേണം. അത്ര മാത്രമേ ഉള്ളൂ. രണ്ടിലും, അതായത് ലെഫ്റ്റിലും റൈറ്റിലുള്ള ആ വരുന്ന ഭാഗത്ത് 4 ഇഞ്ച് കൂടുതൽ എടുക്കണം. കാരണം പൈപ്പിംഗ് വരാനാണ്. നെക്കടിച്ച് മറിക്കാനല്ല, നമുക്കതിലൊരു പൈപ്പിംഗ് എഫക്റ്റ് കിട്ടാനാണ്. അല്ലെങ്കിൽ അത് ചെറുതായി പോകും. അപ്പം നമുക്ക് തിരിച്ചടിക്കണ്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു താഴത്തെ സൈഡിൽ മാത്രം നമുക്ക് എടുത്താൽ മതി. ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇപ്പുറത്തൈൽ എന്തേ കണ്ടോ, ഇങ്ങനെയാണ് വെക്കുക. ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് തയ്ച്ചു കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോളൂ. അപ്പോൾ ആദ്യം നമുക്കിതിങ്ങനെ നല്ല വശത്ത് യെല്ലോ തുണി വെച്ച ശേഷം ദേ അടിച്ചു വരിക കേട്ടോ. കണ്ടോളൂ. അപ്പോൾ ആദ്യം ഞാൻ ഈ 2 യെല്ലോ കളർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതായത് കഴുത്തിൻ്റെ നടുക്ക് വരുന്നത്. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമാണ് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചിട്ട് മറച്ചിടുകയാണ്. ഓക്കെ, കണ്ടോ. ഇപ്പം നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി കേട്ടോ. അതെ, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. അതെ, കണ്ടോ, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെച്ച ശേഷം സൈഡിലുള്ള പീസ് എടുക്കാം. അതെ, കണ്ടോ, സൈഡിലുള്ള പീസിൽ നെക്കിൻ്റെ സൈഡിൽ വരുന്ന കണ്ടോ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നോക്കിക്കേ, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഇത് ചെയ്ത പോലെ തന്നെ മറ്റേ സൈഡും കൂടി ചെയ്യുക കേട്ടോ. ഇങ്ങനെ അടിച്ച് കഴുത്തിൻ്റെ സൈഡിൽ കൂടെ വന്ന ശേഷം നമുക്ക് ഇതിനെ നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ പൈപ്പിംഗ് പോലെ കിട്ടും. അപ്പോൾ മറ്റേ സൈഡിലുള്ളതും കൂടി ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സൈഡിലുള്ള ഒരെണ്ണത്തിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നുള്ളൂ. എക്സ്ട്രാ ഉള്ളത് കുറച്ച് എക്സ്ട്രാ വന്ന സൈഡിലുള്ള കട്ട് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. നമുക്കിങ്ങനെ വെച്ച ശേഷം അതൊരു പൈപ്പിംഗ് പോലെ ഇതേ കണ്ടോ, അതെ, ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരു പൈപ്പിംഗ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ബോക്സിൽ ഇട്ടേക്കാം. ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലുള്ളവർക്ക് ഈ ഒരു പേജിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ 2 സൈഡിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ മഞ്ഞ തുണിയുടെ 2 സൈഡിലും 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് പതിച്ചടിക്കാനായിട്ട്. അപ്പോൾ തയ്യൽ തുമ്പ് നമുക്ക് നഷ്ടപ്പെടാതെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമുക്ക് നെക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. നെക്ക് കറക്റ്റ് തന്നെയല്ലേ നോക്ക്. 6 ഇഞ്ച് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നെക്കും കറക്റ്റാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ച ശേഷം ആ താഴത്തെ ഭാഗം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പുറത്തെ സൈഡും ചെയ്യുന്നുണ്ട്.
അത് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ക് പീസ്. ഓക്കെ, കണ്ട നെക്കിൻ്റെ അവിടെ ക്രോസ് പീസ് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്രോസ് പീസ് നെക്കിൻ്റെ സൈഡിൽ ആക്കിയ ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസിന് അതിൻ്റെ മേലെ ഇങ്ങനെ കിടത്തി വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാം കേട്ടോ. അപ്പോൾ ഈ ഷോൾഡർ നമ്മൾ കൂട്ടിയടിച്ചു കണ്ടോ, എളുപ്പത്തിൽ നമുക്ക് ഷോൾഡർ കൂട്ടിയടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ ബാക്ക് നെക്കിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സാധാരണ നൈറ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തതിൽ ഒന്ന് മടങ്ങിയിട്ടുണ്ട്. ചെയ്തു വന്നപ്പോൾ ഷോൾഡർ കൂട്ടി അടിച്ചപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മടക്കൊന്ന് മാറ്റിയിട്ട് രണ്ടാമതൊന്ന് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ സ്ലീവ് ജോയിൻ ചെയ്യാമെന്നാണ്. ഇതിൽ സ്ലീവ് ജോയിൻ ചെയ്യാൻ വളരെ എളുപ്പം കേട്ടോ. വളരെ എളുപ്പം പറഞ്ഞാൽ വളരെ എളുപ്പം ഇത് സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട്. ഇത് നോക്കിക്കേ, നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എടുത്ത ശേഷം സ്ലീവിൻ്റെ നല്ല വശം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച ശേഷം നമുക്കൊന്ന് അടിക്കാം. ഇനി തന്നെ 2 സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ ഇവിടെ വെച്ച ശേഷം ഇതും കൂടി തയ്ച്ചു കൊണ്ടുവരും. അപ്പോൾ ഞാൻ 2 സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അടിയിൽ ഫ്രണ്ടിലും പ്ലീറ്റ് കൊടുക്കണം, ബാക്കിലും പ്ലീറ്റ് കൊടുക്കണം. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ് കൊടുത്തിട്ടുള്ള ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇതെടുത്തിട്ടുണ്ട്. പ്ലീറ്റ് വെക്കാനുള്ള അടിയിലുള്ള ആ തുണി, ഇത് ബാക്കിലും വരുന്നുണ്ട് പ്ലീറ്റ്, ഫ്രണ്ടിലും വരുന്നുണ്ട്. ആ യെല്ലോ കളർ വരുന്ന ഭാഗം മാത്രമേ നമ്മൾ പ്ലീറ്റ് നിറച്ചിടുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് പ്ലീറ്റ് ഇടുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പുറത്ത് ഒരു 3.5 ഇഞ്ച് സൈഡിൽ എടുത്തിട്ടുണ്ട്, സ്ലീവിലും എടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വരണം കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇതിൽ ആ ഒരു 3 ഇഞ്ച് എന്നുള്ള ഭാഗം നമുക്കിവിടെ കറക്റ്റ് ഷേപ്പ് ഉണ്ട്. അത് വെച്ച ശേഷം ഇപ്പുറത്തും അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നടുക്ക് വരുമ്പോൾ മഞ്ഞ ഭാഗത്തിൻ്റെ അവിടെ നിറച്ച് എത്ര തുണിയുണ്ട് അതിനനുസരിച്ച് ഉള്ളിലോട്ട് മടക്കി പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ബാക്കിലും ചെയ്യുക, ഫ്രണ്ടിലും ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 സൈഡിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുമില്ല, 2 സൈഡും കൂട്ടി അടിക്കുക. അതിനുശേഷം അടിമടക്കി അടിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ 2 സൈഡും നമ്മളിനി കൂട്ടി അടിക്കുന്നു, അടിമടക്കി അടിക്കുന്നു. എന്നിട്ട് ഞാനിപ്പോൾ കൊണ്ടുവരാം. ബാക്ക് സൈഡിൽ നമുക്ക് ഞൊറിയുണ്ട് കണ്ടോ. അതേ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം തന്നെ. പക്ഷേ ബാക്കിൽ 3 പീസ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 സൈഡ് ഞാൻ കൂട്ടി അടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് കണ്ടോ. നിങ്ങൾക്കും ഇതുപോലെ നൈറ്റി അടിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇത് നല്ല ഭംഗിയുള്ള പ്ലീറ്റഡ് നൈറ്റിയാണ്. നല്ല തുണിയാണ്. നമുക്ക് അതിനനുസരിച്ച് നല്ല ഡിസൈനായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കട്ടിങ് വീഡിയോ ഇപ്പോൾ ബോക്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിലുള്ളവർ ഒന്ന് പേജിൽ കയറി നോക്കാം. അപ്പോൾ താങ്ക്